ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ് ഒരു പരീക്ഷണം. നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട് നിതേഷ് എന്ന് പറഞ്ഞിട്ട്, ആളുടെ ടെക് മാസ്റ്റർ എന്ന് പറഞ്ഞ ചാനലിൽ അയാൾ ചെയ്തിട്ടുള്ള ഫ്രീസിങ് വീഡിയോ കണ്ടിട്ട് അതുപോലെ ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എത്രത്തോളം വിജയിക്കുന്ന അറിയില്ല, നമ്മളൊന്ന് ട്രൈ ചെയ്യും. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതും കാണിച്ചു തരും. 2-3 വീഡിയോ ഞാൻ ചെയ്തത് ഞാൻ കാണിച്ചിട്ട് നമുക്ക് അതെങ്ങനെയാണ് ഞാനത് ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. യെസ്, കമോൺ. ഐഫോൺ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു ഫ്രീസിങ് ഫ്രെയിം വീഡിയോ നിർമ്മിക്കാം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം അതിന് ആദ്യമായിട്ട് വേണ്ടത് 2 ആപ്ലിക്കേഷനാണ്. ഒന്ന് KineMaster, അതുപോലെ മറ്റൊന്ന് PicsArt. അപ്പോൾ KineMaster ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സ്ലോ ആക്കണമെങ്കിൽ സ്ലോ ആക്കാം, അതല്ല സ്പീഡ് കൂട്ടണമെങ്കിൽ ചെയ്യാം. PicsArt ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റിൽ ഫ്രെയിം എടുത്തിട്ട് അത് സ്റ്റിക്കർ പോലെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇനി നമുക്ക് KineMaster ഓപ്പൺ ചെയ്ത് പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഈ കാണിക്കുന്ന പോലെ KineMasterൽ നമുക്ക് വേണ്ട വീഡിയോ ആഡ് ചെയ്യാൻ പറ്റും. ഈ റൗണ്ടിൽ കാണിക്കുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെയാണ് നമ്മൾ വീഡിയോ ആഡ് ചെയ്യുന്നത്. വേണ്ട വീഡിയോ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ വീഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യാം. മ്യൂട്ട് ചെയ്ത് അതിൻ്റെ ഓഡിയോ ഒക്കെ കളയാൻ നമുക്ക് വേണ്ട. ഇനി വേണ്ടത് നമുക്കൊന്ന് ക്രോപ്പ് ചെയ്തെടുത്തിട്ട് ഫ്രെയിം നമുക്കൊന്ന് ഉഷാറാക്കിയെടുക്കാം. കാരണം ഒരുപാട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ട, ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ട്രൈപോഡ് വെച്ചിട്ട് വേണം നിങ്ങളുടെ ക്യാമറ സെറ്റ് ചെയ്യാൻ. കാരണം ഇളകാൻ പാടില്ല, നല്ല സ്റ്റേബിളായിട്ട് നിൽക്കുക തന്നെ വേണം, നല്ല ക്വാളിറ്റി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഏതൊക്കെ ഭാഗങ്ങളിലാണ് നമുക്ക് സ്റ്റിൽസ് വേണ്ടത്. എന്നിട്ട് ആ സ്റ്റില്ല് നമുക്ക് PicsArtൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുക്കണം. അപ്പോൾ അതെങ്ങനെ എടുക്കുന്നത് നോക്കാം. ഈ ഒരു ഭാഗം ഞാൻ സ്റ്റില്ലായിട്ട് എടുക്കാൻ പോവാണ്. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന ക്യാപ്ചർ ആൻഡ് സേവ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ഗാലറിയിലേക്ക് ഓരോ ഫ്രെയിമും നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ ഓരോന്നും സേവ് ചെയ്തതിന് ശേഷം നമുക്ക് PicsArtലേക്ക് പോകേണ്ടതുണ്ട്. അതിന് മുന്നേ ഞാനൊന്ന് കാണിച്ചു തരാം ഏതൊക്കെ എനിക്ക് വേണ്ടതായിട്ടുള്ളതെല്ലാം നമുക്ക് എടുത്തു വയ്ക്കാം. ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നതും ഇല്ലാത്തതും നമുക്ക് എടുത്തു വയ്ക്കാം. വേണ്ടത് മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് മാക്സിമം ഞാൻ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ക്യാപ്ചർ ചെയ്തത് PicsArtൽ പോയിട്ട് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഈ ഒരു പ്ലസ് ബട്ടണിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിക്ചർ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇതാ കാണാം, നമ്മൾ സേവ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സാണ്. അതെടുത്ത് ഇനി കട്ടൗട്ട്, അതിനൊന്ന് ക്രോപ്പ് ചെയ്ത് ചെറുതാക്കി എടുത്താൽ മാത്രമേ നമുക്ക് മാക്സിമം കട്ടൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ നല്ല രീതിയിൽ. ഇനി നമുക്ക് വേണ്ടത് കട്ടൗട്ട് ചെയ്യാണ്. ഇതുപോലെ കട്ടൗട്ട് ചെയ്ത് നമ്മുടെ പിക്ചർ മാത്രം എടുക്കുകയാണ് വേണ്ടത്. ഒരു സ്റ്റിക്കർ പോലെ ആക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ കട്ടൗട്ട് ചെയ്യുമ്പോൾ വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് എറേസ് ചെയ്യാനുള്ള ഓപ്ഷനും അതിലുണ്ട്. ഇതുപോലെ കിട്ടി നമുക്ക് സ്റ്റിക്കർ. അത് നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാം. സേവ് ചെയ്ത് വെച്ചതിന് ശേഷം
ഇനി ബാക്കിയുള്ള പിക്ചേഴ്സ് എല്ലാം നോക്കുക. ഏതൊക്കെ വേണമോ അതൊക്കെ എടുത്ത് ഇതുപോലെ നമ്മൾ ക്രോപ്പ് ചെയ്ത് കട്ടൗട്ട് ചെയ്ത് നമ്മൾ എടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിക്സാർട്ടിൽ നിന്ന് മാറി കൈൻമാസ്റ്ററിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ അതിനു മുന്നേ നമുക്ക് വേണ്ടതെല്ലാം ഇതുപോലെ സ്റ്റിക്കേഴ്സാക്കി മാറ്റി എടുത്തു വയ്ക്കണം. നന്നായിട്ട് സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. കാരണം കട്ടൗട്ടിൽ നമുക്ക് പല ഭാഗങ്ങളും മിസ്സായിപ്പോകും. എൻ്റെ കയ്യിൽ തന്നെ കുറേ മിസ്സായിട്ടുണ്ട്, ആവശ്യമില്ലാത്തത് വന്നിട്ടുണ്ട്. ബട്ട് ട്യൂട്ടോറിയലും എന്നുള്ള നിലയ്ക്ക് ഞാൻ പെട്ടെന്ന് ചെയ്തു പോവാണ്. ഇനി കൈൻമാസ്റ്ററിൽ വന്നിട്ട് നമ്മുടെ വീഡിയോ ഒന്നുകൂടെ പ്ലേ ചെയ്യാം. അതിലേക്ക് ലെയേഴ്സ് ആയിട്ടാണ് നമ്മൾ ചെയ്തു വെച്ച സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ കാണിക്കുന്ന പോലെ കണ്ട ഓരോ സ്റ്റിക്കേഴ്സ് നമുക്ക് കാണാം. ഇപ്പം ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു. ഇനി ഈ സ്റ്റിക്കറിനോട് സാമ്യമുള്ള അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിം നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഈ കാണുന്ന പോലെ സെലക്ട് ചെയ്ത് അവിടെ കൊണ്ട് വെക്കണം. നമുക്ക് ഈ ഒരു സ്റ്റിക്കർ ഇതുപോലെ അത് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രം സൂക്ഷ്മമായിട്ട് തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് പറ്റുള്ളൂ. നല്ല ഭംഗിയുള്ള വീഡിയോ നമുക്കുണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ചെയ്ത് ഇനി സ്റ്റിക്കറിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം. ട്രിം ചെയ്ത് ഒഴിവാക്കണം. ഓക്കെ, ഇപ്പം ഞാനത് കറക്റ്റ് പൊസിഷനിൽ വെച്ചു, കറക്റ്റ് സൈസിൽ വെച്ചു. ഇനി നമുക്ക് ട്രിം ചെയ്ത് കളയാം. ഞാൻ ആ ഭാഗം ട്രിം ചെയ്തു. ഇപ്പോൾ തുടക്കം മുതൽ ആ ഒരു പർട്ടിക്കുലർ മൊമെൻ്റ് വരെ ആ ഒരു പിക്ചർ, ആ ഒരു സ്റ്റിക്കർ അവിടെ ഉണ്ടാവും. ഇനി ഇങ്ങനെ ഓരോന്നും ഇതുപോലെ ചെയ്യുക. അടുത്തുള്ള ഓരോരോ മൊമെൻറ്റ്സും ഇതുപോലെ നമ്മൾ നേരത്തെ ക്യാപ്ചർ ചെയ്ത് വെച്ചത് ഇതുപോലെ സൂക്ഷ്മമായിട്ട് കൊണ്ടുവന്ന് അതിൻ്റെ റൈറ്റ് പൊസിഷനിൽ വെച്ചതിന് ശേഷം റൈറ്റ് ഹാൻഡ് സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞ് പോവുക. ഇത് ഏതൊക്കെ നമുക്ക് വേണ്ടത് ആ ഭാഗങ്ങളിലെല്ലാം നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഞാൻ ഇന്ന് ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് കാണിച്ചു തരാം നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ചെയ്തിട്ടുള്ളത്. സൂക്ഷ്മമായിട്ട് തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ നല്ല സൂപ്പറായിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു 4-5 സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് ഓരോന്നായിട്ട് സൂക്ഷ്മമായിട്ട് അതിൻ്റെ റൈറ്റ് പ്ലേസ് കൊണ്ടുപോയി വെക്കുകയാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും നമ്മൾ ഏത് ഫ്രെയിമായിരുന്നു എടുത്ത് ആ ഫ്രെയിമിലേക്ക് നമ്മുടെ വീഡിയോ കൊണ്ടുവന്ന് അവിടെ തന്നെ വെക്കണം. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൂക്ഷ്മമായിട്ട് പ്ലേ ചെയ്ത് റൈറ്റ് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിർത്തി നമ്മൾ ഈ സ്റ്റിക്കർ അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതായി കാണുന്നത് പോലെ. എന്നിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ട്രിം റൈറ്റ് ടു പ്ലേ ഹെഡ് എന്നുള്ള ഓപ്ഷനിൽ പോയി അത് ട്രിം ചെയ്ത് കളയണം. കൈൻമാസ്റ്റർ ഏകദേശം ഉപയോഗിച്ച ആളുകൾക്ക് പരിചയം ഉണ്ടാവും. ഇത് ചെറുതായിട്ടൊരു ത്രെഡ് കിട്ടിയാൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ, ചെയ്ത് പരിചയമുള്ള ആളുകൾക്ക്. അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തരുന്നത്, അതുപോലെ കാണിക്കുന്നത്. ഇനി വേണ്ടതെല്ലാം നമുക്കെടുത്ത് മാക്സിമം അങ്ങ് നീട്ടിക്കൊണ്ട് പോവാം. കാരണം ഇത് ഏകദേശം ലാസ്റ്റ് മൊമെൻറ്റ്സിലാണ് ഈ ഒരു രംഗമുള്ളത്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുവരണം. ഇങ്ങനെയുള്ള ഫോട്ടോയൊക്കെയാണ് നമുക്ക് സൂക്ഷ്മമായിട്ട് തന്നെ ചെയ്യേണ്ടി വരും.
ചെറിയ സെക്കൻഡ്സിൻ്റെ വ്യത്യാസം അത് നമ്മുടെ വീഡിയോയെ ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യാം. അത് തന്നെയാണ് ഈ ഒരു ഫ്രെയിം നമ്മുടെ സ്റ്റിക്കറുമായിട്ട് എക്സാക്ട്ലി മാച്ചിങ് ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് തന്നെ വേണം ചെയ്യാൻ. ഇതിപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് ഞാനൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്യാണ്. KineMaster യൂസ് ചെയ്തവർക്ക് നല്ല പരിചയം ഉണ്ടാവും. ഇത് ഞാൻ ചെയ്ത വീഡിയോ ആണ്, നമ്മൾ നേരത്തെ കണ്ട വീഡിയോ. അപ്പോൾ കൂട്ടുകാരെ, ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉള്ളൊരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ വന്നിട്ട്, അല്ലെങ്കിൽ പല രീതിയിലും നമുക്ക് എങ്ങനെയൊക്കെ ബെസ്റ്റ് സാധനം നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമോ അതിനുള്ള ട്രൈ ആയിരുന്നു. നല്ല ഹ്യൂമിഡിറ്റിയാണ്, 5 മണി സമയത്തെ ചൂടാണ്, 44+ ഡിഗ്രി സെൽഷ്യസ്. പയ്യ ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് കുറച്ച് വീഡിയോ പിടിച്ചത്. അത് തന്നെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും സീ യു ഓൾ, ബൈ, മാസ്സലാം.